മൊബൈലിൽ നമ്മൾ ഒരു പുതിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ സ്വകാര്യ വിവരങ്ങൾ, ലൊക്കേഷൻ, ക്യാമറ, മൈക്രോഫോൺ എന്നിവയുടെ ഉപയോഗം വരെ ആപ്പിന് നൽകേണ്ടി വരും. ഇങ്ങനെ നമ്മുടെ സ്വകാര്യതയിലേക്കുള്ള ആക്സസ് കൊടുക്കുമ്പോൾ പേടി തോന്നാറുണ്ടോ? അങ്ങനെ പേടിയുണ്ടെങ്കിൽ അതിന് പരിഹാരം പറഞ്ഞു തരാം. ജനഹിതം 24x7 എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സ്വകാര്യ ജീവിതം മറ്റുള്ളവർ കച്ചവടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു നല്ല കാര്യമല്ല. അതുകൊണ്ട് തന്നെ ആപ്പുകളിൽ നിന്നുള്ള സ്വകാര്യത കാത്തു സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. മൊബൈൽ ആപ്പുകൾ ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. കമ്മ്യൂണിക്കേഷനും മണി ട്രാൻസ്ഫറിനും വിനോദത്തിനുമെല്ലാം ആപ്പുകളെ ആശ്രയിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ പല ആപ്പുകളും ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്വകാര്യ വിവരങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. കോണ്ടാക്റ്റുകൾ, ലൊക്കേഷൻ, ഫോട്ടോകൾ തുടങ്ങിയവയുടെ ആക്സസ് ചോദിക്കുന്ന ആപ്പുകളുണ്ട്. ചില ആപ്ലിക്കേഷനുകൾക്ക് മെസ്സേജ് റീഡ് ചെയ്യാനും ഉപയോഗിക്കാനും വരെ പെർമിഷൻ ആവശ്യമാണ്. എന്തിനേറെ പറയുന്നു, നമ്മുടെ ഫോൺ കോൾ മാനേജ് ചെയ്യാനുള്ള പെർമിഷൻ പോലും നിർബന്ധമായും ചോദിക്കുന്ന ആപ്പുകൾ നമ്മുടെ ഫോണിലുണ്ട്. അപ്പോൾ തന്നെ അതിലെ അപകടം എത്രത്തോളമാണെന്നുള്ളത് ഊഹിക്കാമല്ലോ. ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ സ്വകാര്യ ജീവിതം അപകടത്തിലാകും എന്ന് ചുരുക്കം. ഇത്തരം ആപ്പുകൾ നമ്മുടെ അനുമതിയില്ലാതെ ഈ വിവരങ്ങൾ മറ്റുള്ളവർക്ക് വിൽക്കാനും സാധ്യതയുണ്ട്. സ്വകാര്യത സംരക്ഷിക്കുന്നത് പരസ്യങ്ങൾ ഒഴിവാക്കാൻ മാത്രമല്ല, നമ്മുടെ വ്യക്തിത്വം, സാമ്പത്തിക കാര്യങ്ങൾ, സുരക്ഷ എന്നിവ ഉറപ്പാക്കാനും കൂടിയാണ്. പ്രൈവസി എന്നത് എല്ലാ മനുഷ്യരുടെയും അവകാശമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കാം. ആദ്യമായി ചെയ്യേണ്ട ബേസിക് കാര്യം, ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് അതിൽ ആവശ്യപ്പെടുന്ന പെർമിഷൻസ് എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കുകയാണ്. ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്തണം. ക്യാമറ, മൈക്രോഫോൺ, കോണ്ടാക്റ്റുകൾ, ലൊക്കേഷൻ തുടങ്ങിയവ ചോദിച്ചാൽ ശ്രദ്ധിക്കണം. എത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ ആണ് എന്നതനുസരിച്ചാണ് ഈ പെർമിഷനുകളുടെ അപകടം വ്യത്യസ്തമാകുന്നത്. ഉദാഹരണത്തിന്, ഒരു കാൽക്കുലേറ്റർ ആപ്പ് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൊക്കേഷൻ അത് ചോദിച്ചാൽ അത് ആവശ്യമില്ലാത്ത അനുമതിയാണ് എന്ന് മനസ്സിലാക്കാനാകും. കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് നിങ്ങളുടെ ലൊക്കേഷൻ യാതൊരു രീതിയിലും ആവശ്യം വരില്ല എന്നത് കോമൺ സെൻസ് ആണല്ലോ. അത്തരം ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഒഴിവാക്കുകയാണ് ആദ്യം ചെയ്ത് ശീലിക്കേണ്ടത്. പരമാവധി ഗൂഗിൾ പ്ലേ സ്റ്റോർ, ആപ്പിൾ ആപ്പ് സ്റ്റോർ തുടങ്ങിയ ഒഫീഷ്യൽ സ്റ്റോറുകളിൽ നിന്ന് മാത്രം ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുന്നതാണ് നല്ലത്. ഇത് വൈറസുകളിൽ നിന്നുള്ള അപകടം കുറയ്ക്കുകയും ചെയ്യും. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫോണിന്റെ പെർമിഷൻസ് കൃത്യമായി കൈകാര്യം ചെയ്യുക എന്നതാണ്. ഫോണിന്റെ സെറ്റിംഗ്സിൽ പോയി ഏതൊക്കെ ആപ്പുകൾക്ക് എന്തൊക്കെ അനുമതികൾ ഉണ്ടെന്ന് പരിശോധിക്കുക. സുരക്ഷിതമല്ലാത്ത അനുമതികൾ എന്ന് തോന്നുന്നവ വേണ്ടെന്ന് വെക്കുക. സമാന സ്വഭാവമുള്ള കൂടുതൽ സുരക്ഷിതമായ ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യുക. ലൊക്കേഷൻ, കോണ്ടാക്റ്റുകൾ തുടങ്ങിയവ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ഫോണുകളിൽ ലൊക്കേഷനും മറ്റു ഫീച്ചറുകളും ഉപയോഗിക്കുമ്പോൾ നെവർ, ഓൺലി വൈൽ യൂസിങ്, ഓൾവേസ് എന്നിങ്ങനെ അനുമതികൾ നൽകാനുള്ള ഓപ്ഷനുണ്ട്. ഇവയിൽ അനുയോജ്യമായവ മാത്രം കൊടുക്കുക. ഓൺലി വൈൽ യൂസിങ് പെർമിഷൻ കൊടുക്കുന്നതായിരിക്കും എപ്പോഴും കൂടുതൽ അനുയോജ്യം. അടുത്തതായി സ്വകാര്യതാ നയങ്ങൾ മനസ്സിലാക്കുക എന്നതാണ്. ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ സ്വകാര്യതാ നയം വായിക്കുക. എന്തൊക്കെ വിവരങ്ങൾ ശേഖരിക്കുന്നു, എന്തിനാണ് ഈ വിവരങ്ങൾ ശേഖരിക്കുന്നത്, ഈ ഡീറ്റെയിൽസ് ആർക്കൊക്കെ നൽകുന്നു എന്നെല്ലാം അറിയാൻ ശ്രമിക്കുക. വ്യക്തമല്ലാത്ത സ്വകാര്യതാ നയങ്ങളുള്ള ആപ്പുകൾ ഒഴിവാക്കുക. എന്തെങ്കിലും സംശയകരമായ നയങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നവയും ഒഴിവാക്കണം. ഇനി അത്യാവശ്യമായുള്ള ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓൺലി വൈൽ യൂസിങ് പെർമിഷൻ മാത്രം നൽകുക. ശക്തമായ പാസ്വേഡുകളും 2 ഫാക്ടർ ഓതന്റിഫിക്കേഷനും ഉപയോഗിക്കുക എന്നതാണ് അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യം. നിങ്ങളുടെ അക്കൗണ്ടുകൾക്ക് ശക്തമായ പാസ്വേഡുകൾ വേണം ഉപയോഗിക്കാൻ. ഒരേ പാസ്വേഡ് പല അക്കൗണ്ടുകൾക്കായി ഉപയോഗിക്കാതിരിക്കുക. 2 ഫാക്ടർ ഓതന്റിഫിക്കേഷൻ എവിടെയെല്ലാം ലഭ്യമാണോ അവിടെയെല്ലാം ഉപയോഗിക്കുക. ഇതെല്ലാം കൂടുതൽ സുരക്ഷ നൽകും. സോഷ്യൽ മീഡിയ ലോഗിനുകൾ ഒഴിവാക്കുകയാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. പല ആപ്പുകളും ഡൗൺലോഡ് ചെയ്ത് ഓപ്പണായി വരുന്ന സമയത്ത് സോഷ്യൽ മീഡിയ വഴി ലോഗിൻ ചെയ്യാനുള്ള ആക്സസ് ചോദിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഫേസ്ബുക്ക്, ഗൂഗിൾ, ട്വിറ്റർ എന്നിവ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുന്നത് എളുപ്പമായി തോന്നിയേക്കാം. പക്ഷേ ഇതത്ര സുരക്ഷിതമായ മാർഗമല്ല. ഇങ്ങനെ ലോഗിൻ ചെയ്യുന്നത് വഴി നമ്മുടെ കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കപ്പെടുകയാണ്. അതുകൊണ്ട് സ്വന്തമായി ഓരോ ആപ്പിനും ലോഗിനുകൾ ഉണ്ടാക്കുന്നതാണ് നല്ലത്. ആപ്പുകൾ അപ്ഡേറ്റ് ചെയ്യുക എന്നതും വളരെ പ്രധാനമാണ്. ആപ്പ് നിർമ്മാതാക്കൾ സുരക്ഷാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി അപ്ഡേറ്റുകൾ പുറത്തിറക്കാറുണ്ട്. നിങ്ങളുടെ ആപ്പുകളും ഫോണിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും എപ്പോഴും അപ്ഡേറ്റഡ് ആണെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ ലൊക്കേഷനും ഡാറ്റ പങ്കിടലും നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. ആവശ്യമില്ലെങ്കിൽ ലൊക്കേഷൻ ട്രാക്കിംഗ് വൈൽ യൂസിങ് അല്ലെങ്കിൽ നെവർ എന്നാക്കി വെക്കുക. നിങ്ങളുടെ ആപ്പ് ഓർ അക്കൗണ്ട് സെറ്റിംഗ്സിൽ വ്യക്തിഗത പരസ്യ ട്രാക്കിംഗ് ഓഫ് ചെയ്യുന്നതും നല്ലതാണ്. തീരെ ഉപയോഗിക്കാത്ത ആപ്പുകൾ ഡിലീറ്റ് ചെയ്യുന്നതും നല്ലൊരു പ്രാക്ടീസാണ്. ആപ്പുകൾ നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിലും അവ വിവരങ്ങൾ ശേഖരിക്കാനും പങ്കിടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ആവശ്യമില്ലാത്തവ റിമൂവ് ചെയ്ത് കളയുന്നതാണ് നല്ലത്. ഇനി പരിഗണിക്കാവുന്ന കൂടുതൽ സുരക്ഷാ മാർഗങ്ങൾ കൂടി നോക്കാം. എൻക്രിപ്ഷൻ, VPN, ആന്റി മാൽവെയർ ആപ്പുകൾ എന്നിവ ഉപയോഗിച്ച് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കാനാകും.
പൊതുസ്ഥലങ്ങളിൽ സൗജന്യ വൈഫൈ ഉപയോഗിക്കുമ്പോഴൊക്കെ ഇത്തരം ഫീച്ചറുകൾ ഉപയോഗിക്കേണ്ടത് വളരെ പ്രധാനമാണ്. നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ടാൽ ഡാറ്റകൾ റിമോട്ട്ലി മായ്ച്ചു കളയാൻ സാധിക്കുന്ന ഫീച്ചറുകൾ ഉപയോഗിക്കുന്നതും നല്ലതാണ്. അതിനായി കൂടുതൽ പാസ് കീകൾ ഉപയോഗിക്കാം. അതുപോലെ കുട്ടികളെയും മുതിർന്നവരെയും തോന്നിയ പോലെ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാൻ അനുവദിക്കരുത്. മുതിർന്നവർ എന്ന് ഉദ്ദേശിക്കുന്നത് ടെക്നിക്കൽ നോളജ് കുറവുള്ള വളരെ പ്രായമായ ആളുകളെയാണ്. ആപ്പുകളുടെ അനുമതികളും ഇൻസ്റ്റാളേഷനും നിയന്ത്രിക്കാൻ പാരന്റൽ കൺട്രോൾസ് ഉപയോഗിക്കാവുന്നതാണ്. കൃത്യമായ ഇടവേളകളിൽ സ്വകാര്യത പരിശോധന നടത്തുന്നതും ഒരു ശീലമാക്കുക. ഈ ലളിതമായ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ സുരക്ഷിതമായി ഡിജിറ്റൽ ലോകം ആസ്വദിക്കാനാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ജനഹിതം 24/7 സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഉപകാരപ്രദമായ അറിവുകളുമായി വീണ്ടും കാണാം.